നോർമൽ ഒരു പ്ലാൻ അല്ല. ഈ ഒരു പ്ലോട്ട് കിടക്കുന്നതിനെ കുറച്ച് ചരിഞ്ഞിട്ടാണ്. ആ ഒരു പ്ലാനും പിന്നെ ഈ എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ലേഔട്ട് അറേഞ്ച് ചെയ്തപ്പോൾ ഒരു ഇറഗുലർ ഷേപ്പിലുള്ള ഒരു പ്ലാനാണ്. ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ള ഒരു ടോട്ടൽ കൺഫ്യൂഷൻ വരും. എനിക്കുണ്ട്, മാറിയിട്ടില്ല. മാംഗോ ട്രീനെ നമ്മൾ സീലിംഗിലേക്ക് കൊണ്ടുപോകുന്ന വരുന്ന രീതിയിൽ അവർ പോസ്റ്റ് ചെയ്ത്. എന്താ രസം നോക്കി, വീടിന് ഇണങ്ങുന്ന ഒരു മാവ്. കാർ പോർച്ച് വെറൈറ്റി ആയിട്ടോ, ഒരു കാൻഡിലിവർ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഒരു സിമ്പിൾ ഡിസൈൻ ഫീൽ തോന്നുന്നുണ്ട്. അതെ, നോർമൽ ഒരു ഫ്ലോറിംഗ് അല്ല, ഇത് ടെറാസ ഫ്ലോറിംഗ് എന്നാ പറയാം. നമ്മളൊരു പഴയ മൊസൈക്കിന്റെ ഒരു പുതിയ വേർഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്തതാണ്. ആ സൈഡ് കായലാണ്, കായലിൽ നിന്നുള്ള ഡയറക്റ്റുള്ള വിൻഡ്. അതാണ് നമ്മൾ ഈ ഒരു എലിവേഷൻ ഫുൾ ടോട്ടലി ഓപ്പണിങ്സ് കൊടുത്തേക്കുന്നത്. ആ ഒരു എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് വീട്ടിനകത്തേക്ക് വരാൻ വേണ്ടി. ക്ലൈന്റിന്റെ മകൾക്ക് വേണ്ടിയിട്ടൊരു ഡാൻസ് ചെയ്യാനും മറ്റുമായിട്ടൊരു ചെറിയൊരു സ്പേസ്. ഇനി ഡാൻസ് ഇല്ലെങ്കിൽ നമുക്കൊരു ദർബാറാക്കാം. അതെ. സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട്. നമ്മൾ കുമ്പളങ്ങിയിലാണ്. കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ അറിയാലോ. അപ്പം അതുപോലെ മനോഹരമായ ഒരു വീടാണ് കുമ്പളങ്ങിയിലെ വീട്. കായലുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഗംഭീര സ്ഥലമാണ്, മനോഹര സ്ഥലമാണ് അവിടെയുള്ള. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു വീട്. ബ്രോ, NH ഗ്രീൻ ആർക്കിടെക്ട്സ് നമ്മൾ മുൻപും കൊളാബ് ചെയ്തിട്ടുണ്ട്. ഓർമ്മയില്ലേ? ട്രിവാൻഡ്രത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ കാലിക്കറ്റും എറണാകുളമാണ് ബേസ് ചെയ്തിരിക്കുന്നത് അല്ലേ? യെസ്. ആർക്കിടെക്ട് ഹിജാസ്, NH ഗ്രീൻ ആർക്കിടെക്ട്സ് ആണ് ഇവരുടെ സ്ഥാപനത്തിന്റെ പേര്. ഇത് വൈഫ് നിത അല്ലേ? ആർക്കിടെക്ട് ആണോ? രണ്ടുപേരും കപ്പിളായിട്ടാണ് പരിപാടി. നിങ്ങളെ പോലെ, നമ്മളെ പോലെ തന്നെ. ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും പരസ്പര ചർച്ചകളും പിന്നെ അതിൻ്റെതായ വഴക്കുകളും ഒക്കെ നടത്തിയിട്ടാണ് ഉണ്ടാവുന്നത് അല്ലേ? അത് സ്വാഭാവികം. ഓക്കെ, അപ്പൊ ഇത് ഇതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പോട് കൂടിയിട്ടുള്ള ഒരു പോർച്ചും കാണുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തത തോന്നുന്ന ശൈലിയിലുള്ള ഒരു വീട് അല്ലേ? അതെ അതെ. എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്? ഇത് നമുക്ക് ടോട്ടൽ ഒരു 2660 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 2660 മേലെ വരുന്നുണ്ടല്ലേ? എത്ര സെന്റിലാണ് ഈ പ്ലോട്ട് വരുന്നത്? ഇതൊരു 12 സെന്റ് ആണ്, ഏകദേശം 12 സെന്റിലുള്ള പ്ലോട്ടാണ്. ഒരു പടിപ്പുര അവിടെ കൊടുത്തിട്ടുണ്ട്. 2 എൻട്രൻസ് ആണ് വീടിനുള്ളത് അല്ലേ? അതിലേം വരാം, ഇതിലേം വരാം. 2 സൈഡിലേക്ക് റോഡ് വരുന്നുണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ ഒരു പെഡസ്ട്രിയൻ എൻട്രൻസും കൊടുത്തു. ഇവിടുന്ന് കാർ പോർച്ചിലേക്കുള്ള ഡയറക്റ്റ് എൻട്രൻസും കൊടുത്തു. ഒരു ട്രോപ്പിക്കൽ രീതിയിലാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് ആയാലും ഒക്കെ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെ അല്ലേ? നമ്മള് ക്ലൈന്റിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു, ഒരു ട്രോപ്പിക്കൽ പ്രകൃതിയോട് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീട് വേണം എന്നുള്ളത്. ഗ്രീൻ സ്പേസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലേ? ഓൾമോസ്റ്റ് ഇവിടെയുള്ള ട്രീസ് നമ്മൾ മാക്സിമം റീറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരു മാവ് ഉണ്ടായിരുന്നു, ആ ഒരു മാംഗോ ട്രീനെ നമ്മൾ സീലിംഗിലേക്ക് കൊണ്ടുപോകുന്ന വരുന്ന രീതിയിൽ അവർ പോസ്റ്റ് ചെയ്ത്. എന്താ രസം നോക്കി, വീടിന് ഇണങ്ങുന്ന ഒരു മാവ്. അതെ, അതൊരു ചെറിയൊരു മാവ് ഉണ്ടായിരുന്നു. അതിപ്പോ ജസ്റ്റ് കുറച്ചൊന്ന് വലുതായിട്ടുണ്ട്, കുറച്ച് മേലോട്ട് പോകുന്നുണ്ട്. കേട്ടോ, ഇങ്ങനെ വരാം. ലാൻഡ്സ്കേപ്പ് ചുറ്റോട് ചുറ്റും അങ്ങനെ പോയിരിക്കുകയാണോ? അതെ അതെ. ഇത് ആ ബാക്ക് സൈഡിലേക്ക് നമുക്ക് കിച്ചൺ വരുന്നത്. സോ ആ കിച്ചൺ വരെ നമുക്ക് ലാൻഡ്സ്കേപ്പ് പോകും. അതെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഇത് നമ്മുടെ സിറ്റ് ഔട്ട് സ്പേസ് ആണ്. ഒരു പ്രത്യേക ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ആ മാവിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പോണ്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കോയി പോണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോയി പോണ്ട് എല്ലാ വീട്ടിലും ചെയ്യാറുണ്ടോ? ഇല്ല, ഇപ്പൊ അതൊരു ട്രെൻഡ് ആയ ടൈമിൽ നമ്മൾ ഇതിപ്പോ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1.5 ഇയർ ആയല്ലോ. ആ ഒരു ടൈമില് കോയി പോണ്ട് ഒരു ട്രെൻഡ് ആയിരുന്നു. അല്ല, ഇപ്പം ട്രെൻഡ് അല്ലാണ്ടൊന്നുമില്ല, ട്രെൻഡ് തന്നെയാണ്. നമുക്ക് വീട്ടുകാരെ പരിചയപ്പെടുത്താനായിട്ട് അവരിവിടെ ഇല്ല. വീട്ടുകാരൊക്കെയാണ്? മെയിൻലി ക്ലൈന്റ് പുറത്താണ്, ഇസ്രായേലിലാണ്. പുള്ളിക്കാരൻ നേഴ്സാണ്. പിന്നെ ഹസ്ബൻഡ് ആൻസൺ ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ പോലീസിലാണ്. പിന്നെ ഒരു മോളുണ്ട്, അന്ന എന്നാണ് പേര്, +2 പഠിക്കുക. പിന്നെ ഇവിടെ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയാണ് മെയിൻ ആയിട്ട് ഈ വീട് ഫുൾ ടോട്ടലി ഹാൻഡിൽ ചെയ്തത്. അവരാരും ഇവിടെ ഇല്ല, അപ്പം കുഴപ്പമില്ല, നമുക്ക് ഈ വീട് അങ്ങ് പരിചയപ്പെടാം അല്ലേ? അപ്പൊ ഇങ്ങനെ കയറാം. നല്ലൊരു കാർ പോർച്ച് ഉണ്ട്. കാർ പോർച്ച് വെറൈറ്റി ആയിട്ടോ, ഒരു കാൻഡിലിവർ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത് അല്ലേ? മുകളിൽ ഓടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളെ നോർമൽ ക്ലേ ടൈൽ തന്നെ, റൂഫിംഗ് ടൈൽ തന്നെ കൊടുത്തേക്കുന്നത്. ഒരു സിമ്പിൾ ഡിസൈൻ ഫീൽ തോന്നുന്നുണ്ട്. അതെ അതെ. അപ്പം സിറ്റ് ഔട്ടിലേക്ക് കയറി. സിറ്റ് ഔട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, സിറ്റ് ഔട്ടിലെന്നല്ല, ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോറിംഗ് ആണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. എന്താണ് ഇത്? നോർമൽ ഒരു ഫ്ലോറിംഗ് അല്ല, നമ്മളൊരു എക്സ്പെരിമെന്റ് പോലെ ചെയ്തതാണ്. ഇത് ടെറാസ ഫ്ലോറിംഗ് എന്നാ പറയാം. നമ്മളൊരു പഴയ മൊസൈക്കിന്റെ ഒരു പുതിയ വേർഷൻ എന്നുള്ള രീതിയിൽ
കുറച്ച് ഒരു എക്സ്പെരിമെൻ്റ് പോലെ ചെയ്തതാണ്. മെയിൻ സിറ്റ് ഔട്ട് ഏരിയ, ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഇല്ല, അതിന് മുന്നുള്ള ഒരു പോർഷൻ വരെ നമുക്ക് ഈ ഒരു ഫ്ലോറിംഗ് വരുന്നുണ്ട്. സാധാരണ ഫ്ലോറിംഗിനെ അപേക്ഷിച്ച് കോസ്റ്റ്ലി ആണോ, എങ്ങനെയാണത്? അല്ല, ഇത് എക്സ്പെൻസ് ഉണ്ട്. കാരണം ഇത് ചെയ്യാനുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അതുകൊണ്ട് ഒരു സ്ക്വയർ ഫീറ്റ് ഒരു 200 എബോ എന്തായാലും ചാർജ് ഉണ്ട്. അതെ, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും. യെസ്, അപ്പം ഇരുവശങ്ങളിൽ ഹാൻഡ് റൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പോണ്ട് വരുന്നു, റൈറ്റ് സൈഡിൽ നമ്മുടെ ഗാർഡൻ മുറ്റം എല്ലാം വരുന്നു. അപ്പം മുകളിലാണെങ്കിൽ ഒരു സ്ലോ പ്രൂഫിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം അതെ ഓടാണോ ചെയ്തിരിക്കുന്നത്? നോർമൽ നമ്മളെ റൂഫിംഗ് ക്ലേ ടൈലാണ്, ക്ലേ റൂഫിംഗ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. നല്ല കാറ്റുണ്ട് കേട്ടോ, കൊള്ളാം. നല്ല സ്ഥലം, കുമ്പളങ്ങിന്റെ സ്ഥലം. അവിടെ ആ സൈഡ് കായലാണ്, കായലിൽ നിന്നുള്ള ഡയറക്റ്റുള്ള വിൻഡ്. അതാണ് നമ്മൾ ഈ ഒരു എലിവേഷൻ ഫുൾ ടോട്ടലി ഓപ്പണിങ്സ് കൊടുത്തേക്കുന്നത്, ആ ഒരു എയർ സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് വീട്ടിനകത്തേക്ക് വരാൻ വേണ്ടി. നമ്മൾ വാതിൽ പറഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ ഡോർ ഒന്ന് ശ്രദ്ധിക്കും എല്ലാവരും. കാരണം ഇത് സാധാരണ ഒരു ഹാൻഡിലായിട്ട് കൊടുത്താണോ അതൊരു കുരിശ്, ഒരു കുരിശിന്റെ മോഡലും കൂടെ വേണമായിരുന്നു. അപ്പൊ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്തു. ഓക്കെ, വീട്ടിലൊരു കുരിശ് നമ്മുടെ വാതിലെ തന്നെ വന്നിരിക്കുന്നത് അല്ലേ. കൊള്ളാം, അത് വെറൈറ്റി ആയിട്ടുണ്ട്, ഡിസൈനുമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട്. അതുപോലെ മെല്ലെ ഉള്ളിലേക്ക് കയറി ആ ഫ്ലോറിങ് അതേപോലെ തന്നെ നീണ്ട അങ്ങനെ പോയിരിക്കുകയാണ് അല്ലേ. യെസ്, അപ്പം ഇവിടെ ഒരു കൺസോൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കുറേ കാലം കൂടി ഇട്ടാ കുന്നിക്കുരു കാണുന്നത് കേട്ടോ. മഞ്ചാടിക്കുരായിരുന്നു കൂടുതലും കണ്ടിട്ടുള്ള, കുന്നിക്കുരു രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഷൂ റാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഡോറിൻ്റെ പുറകു വശത്തായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഹിഡൻ ആയിട്ടുള്ള സ്പേസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു അഭംഗിയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ തിരിയുമ്പോഴാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത്. ലിവിങ്ങിനോട് ചേർന്ന് തന്നെ സൈഡിൽ ചെറിയൊരു കോർട്ട്യാർഡ് ഉണ്ട്. ഇവിടെ ഒരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നുണ്ട്. ഉച്ച വരെ ഇവിടെ നല്ല വെളിച്ചമായിരിക്കും. പിന്നെ സൺലൈറ്റ് വരുന്ന പല വഴികൾ കൊടുത്തിട്ടുണ്ട്. മാക്സിമം വീട്ടിൽ ഡയലൈറ്റ് നാച്ചുറൽ ലൈറ്റ് കൂടുതൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടുതലും ഓപ്പൺ സ്പേസ് ആണ് വരുന്നത്. ലിവിങ്, ഒരു പ്രെയർ യൂണിറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡൈനിങ് വരെ ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് പോയത്. മൊത്തത്തിൽ എന്തോ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സാധാരണ ഒരു സ്ട്രക്ചർ അല്ല, ഒരു നോർമൽ പ്ലാൻ രീതിയിലല്ല ഇത് ചെയ്തത്. കുറച്ച് ഡയഗണൽ ഷേപ്പിലൊക്കെയാണ് ഈ പാസേജ് ഒക്കെ പോയിരിക്കുന്നത്. നമുക്ക് ചുറ്റിപ്പോവും കയറി വരുമ്പോൾ അല്ലേ. മൊത്തത്തിലൊരു ത്രികോണം രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, അതൊരു വ്യത്യസ്തതയായിട്ടുണ്ട്. വീടുകൾ വെറൈറ്റികൾ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ തന്നെയാണിത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇനി പ്രെയർ യൂണിറ്റ്, ഇതാണ് പ്രെയർ ഏരിയ. ഇതും ഓപ്പൺ രീതിയിൽ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ രണ്ടും രണ്ട് ലേഔട്ടാണ്. ഒന്ന് മൊസൈക്കിന്റെ കണ്ടിന്യൂഷൻ പോയി, മറ്റേത് വരുമ്പം ടൈലാണ് വരുന്നത്. ആത്തൻകുടി ടൈലാണിത്. ആത്തൻകുടിയാണ്. അവിടെ പോയി എടുത്താണോ? അവിടെ പോയി എടുത്ത് ചെയ്തതാണ്. അത് നല്ല തണുപ്പായിരിക്കും. സോക്സ് ഇട്ടുകൊണ്ട് മനസ്സിലാവുന്നല്ലേ, അറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയക്ക് ഒരു ഹൈലൈറ്റ് കിട്ടുകയും ചെയ്യും, പ്രെയർ ഏരിയ ആണെന്നുള്ളതിന്. ഓക്കെ, ഒരു വീട്ടുകാർ അല്പം വിശ്വാസികളായിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അതിനൊരു ഹൈലൈറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഗ്ലാസ് കണ്ടോ. അവിടുന്ന് ലൈറ്റ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ. നൈസ്. സാധാരണ നമ്മൾ ലിവിംഗ് സ്പേസ് കഴിഞ്ഞ് കയറി വരുമ്പോൾ കാണുന്നത് ഡൈനിങ് സ്പേസ് ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. സൈഡിൽ തന്നെ ഗാർഡൻ വ്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇറങ്ങി പോവാമോ? ഇത് വലിയൊരു ഇതാണല്ലോ. സ്ലൈഡിംഗ് ആണ് ചെയ്തത്. സ്ലൈഡിംഗ് ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴെയാണ് നമ്മൾ അപ്പുറേന്ന് കണ്ടിട്ടുള്ള ആ ഒരു കോർട്ട്യാർഡ് സ്പേസ് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വരികയാണ്. അതൊക്കെ ഒരു മറ്റേ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അല്ലേ. സാധാരണ ഇത് ശരിക്കൊരു പറഞ്ഞല്ലേ, അനിത പറഞ്ഞല്ലോ, ഇത് നോർമൽ ഒരു പ്ലാൻ അല്ല. ഈ ഒരു പ്ലോട്ട് കിടക്കുന്നതിനെ കുറച്ച് ചരിഞ്ഞിട്ടാണ്. ആ ഒരു പ്ലാനും പിന്നെ ഈ എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ലേഔട്ട് അറേഞ്ച് ചെയ്തപ്പോൾ ഒരു ഇറഗുലർ ഷേപ്പിലുള്ള ഒരു പ്ലാനാണ്. ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ള ഒരു ടോട്ടൽ കൺഫ്യൂഷൻ വരും. ആ ഒരു കൺഫ്യൂഷനിലാണ് നമ്മൾ ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്ലൈന്റ് ഓക്കെ ആയിരുന്നു, ചിലവർക്കത് ഓക്കെ ആവില്ല. നമ്മളെ ക്ലൈന്റ് നമുക്ക് ടോട്ടലി ഫ്രീഡം തന്നു. നമുക്കത് ആ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റെയർ ഇതെന്താ ചെയ്തിരിക്കുന്നത്? ഇത് സാധാരണ നമ്മൾ നോർമൽ GA തന്നെയാണ്. വുഡിന്റെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. രണ്ടും കൂടെ കോംബോ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇനി എങ്ങോട്ടേക്കാണ്? ഇനി നമുക്ക് ഡൈനിങ് ആണ്. ഡൈനിങ് നമുക്കൊരു ചെറിയ ഒരു സെപ്പറേഷൻ ഉണ്ട്. അതായത് ഇത്ര ഏരിയ നമ്മൾ കണ്ടത് ഒരു ഒറ്റ ഓപ്പൺ സ്പേസ്. ദെൻ ഇനി ഡൈനിങ്ങും കിച്ചനും ഓപ്പൺ വർക്ക് ഏരിയയും നമുക്ക് ഒരു കണക്ഷൻ ആയിട്ട് വീടിന്റെ രണ്ടാം പകുതിയായിട്ട് വരും. ബട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ബെഡ്റൂമിലേക്കുള്ള ഒരു വ്യൂ ആണ്. അതായത് ഇതിനകത്ത് നമുക്കൊരു കോർട്ട്യാർഡ് ഉണ്ട്, ചെറിയൊരു കോർട്ട്യാർഡ് പോർഷൻ. ഇതാണ് നമ്മുടെ കോർട്ട്യാർഡ് വരുന്നത് കേട്ടോ. ആ കോർട്ട്യാർഡിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതൊരു ക്ലയന്റിന് ഈ വാഷ് കൗണ്ടറും ഡൈനിങ്ങും ഒരുമിച്ച് വരണമെന്ന് താല്പര്യമില്ല. സോ അവർക്കൊരു സെപ്പറേഷൻ എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ ഈ പറഞ്ഞൊരു കോർട്ട്യാർഡ് പോലൊരു സ്പേസ് കൊടുത്തിട്ട്, ഒരു ചെറിയ സ്പേസ്, എന്നാൽ ഒരു ഓവറായിട്ട് ഏരിയ പോകാത്ത രീതിയിൽ ചെറിയ സ്പേസ് കൊടുത്ത് അതിൽ മുകളിൽ നമ്മൾ ഒരു നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാസേജ് ഉണ്ട്. അത് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു നെറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡൈനിങ് സ്പേസ്. ഇതാണ് ഡൈനിങ് സ്പേസ്. കൊള്ളാലോ, വെറൈറ്റി ആണല്ലോ. എന്താണ് ഇതിന്റെ ഫീച്ചർ?
ഇതിപ്പോ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇത് നമ്മൾ പുറത്തേക്ക് പല വഴി ഇറങ്ങാം. അതെ, ഗാർഡൻ ഏരിയയിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തത്. ഇപ്പം അത്യാവശ്യം ഒരു 6 സീറ്റർ ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു ട്രോപ്പിക്കൽ തീമിനെ ഒന്നുകൂടെ എലവേറ്റ് ചെയ്ത രീതിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ക്രോക്കറി ഷെൽഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വെക്കാം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അടങ്ങിയിട്ടുള്ള ഒരു കിച്ചൺ, നല്ല ലെങ്തി ആയിട്ടുള്ള സൈസുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അവിടെ കൊടുത്തിരിക്കുന്നു. ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് മെയിൻലി. പിന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിൽ നമ്മളൊരു പെയിന്റിങ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ പെയിന്റിങ് നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സപ്പർ ആയിരിക്കും ഡൈനിങ് സ്പേസ് കൂടെ. ഇത് ഉണ്ണിയേശുവിനെയും പിതാവിനെയും മാതാവിനെയും വെച്ചിട്ടുള്ള ഒരു പിക്ചർ. ഇത് ആർക്കിടെക്ട് നിത ഡ്രോ ചെയ്ത പെയിന്റിംഗ് ആണ് കേട്ടോ. അതെ, പുള്ളിക്കാരി ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരി ചെയ്ത ഒരു പെയിന്റിംഗ്. അത് ആ ഒരു യേശുവിന്റെ പടം നമ്മൾ ആ പ്രയർ യൂണിറ്റിൽ കണ്ടില്ലേ, അത് പുള്ളിക്കാരി ആർട്ട് വർക്ക് ചെയ്തത്. ശരി, കലാകാരിയാണ്. ഇതാണ് കിച്ചൺ വരുന്നത്. ഒരു ബ്ലാക്ക് തീമിലാണല്ലോ വന്നിരിക്കുന്നത്. അതെ, ക്ലൈന്റിന് ഒരു ബ്ലാക്ക് കളർ യൂറോപ്യൻ ടച്ചിലുള്ള ഒരു കിച്ചൺ ഓപ്പൺ ആയിട്ട് വേണമെന്നുള്ള ഇതുണ്ടായിരുന്നു. ഇത്രയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ഉണ്ട് എല്ലാ ഭാഗത്തേക്കും. ഒരു പാരലൽ കിച്ചൺ എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വിസ്താരമുള്ള ഒരു വർക്കിംഗ് കിച്ചൺ അപ്പുറത്തുണ്ട്. അതൊരു വർക്ക് ഏരിയ ഉണ്ട്, അവിടെ കുക്കിംഗ് ഉള്ളത് കാരണം അത് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. ഇവിടേക്ക് വരുമ്പോൾ ഫ്ലോറിംഗ് ഒക്കെ ഡിഫറെന്റ് ആയി. ഇത് ഒരു നോർമൽ 4x2 ടൈലാണ്. അതൊരു അവിടെ നിന്ന് ഒരു പാർട്ടീഷൻ പോലെ നമ്മൾ ഇത് റെഗുലർ യൂസ് ആയത് കാരണം നമ്മൾ ഫ്ലോർ മാറ്റി കൊടുത്തതാണ്. ഓക്കെ. കിച്ചണിൽ നിന്ന് നമുക്ക് നേരെ കാണുന്ന വലിയൊരു ഗ്ലാസ് ഇട്ടിട്ട് ഗാർഡനിലേക്ക് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, സിംഗിൾ ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. ഇത് സിംഗിൾ ഗ്ലാസ്. നൈസ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകണം. എത്ര ബെഡ്റൂമാണ് ഉള്ളത്? നമുക്ക് ടോട്ടൽ 3 ബെഡ്റൂമാണ് പറഞ്ഞത്. താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം. ഓക്കെ, അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം ആണ് അത് വരുന്നത്. ഇത് താഴത്തെ ഫ്ലോർ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഡൈനിങ് സ്പേസിലേക്കുള്ള ഒരു വ്യൂ സ്പേസ് വിത്ത് ഒരു ബേ വിൻഡോ കൂടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വാഷ് ഏരിയ ഒക്കെ കാണാം. ഇതാണ് ബെഡ്റൂം വരുന്നത്, മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടത്തേക്ക് വരുന്ന ഫ്ലോറിംഗ് ഒക്കെ എൻ്റയർലി മാറി, വേറെ തീമിലോട്ട് മാറി. എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ്? ഇത് അത്തംകൂടി തന്നെയാണോ? നല്ല തണുപ്പായിരിക്കും അല്ലേ? അപ്പോൾ പുറത്തുനിന്ന് വരുന്ന കാറ്റും താഴെ നിന്ന് വരുന്ന തണുപ്പും നല്ല കോംബോയാണ്. ഒരു കിങ് സൈസ് ഒരു കോട്ട് വന്നിട്ടുണ്ട്. അതും ഒരു രസമുള്ള തീമിലാണ് ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 2 സൈഡിലും ഓരോ സൈഡ് ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ കൊട്ട അതും കൂടെ ഡ്രസ്സ് ഇടാനുള്ളതാണോ? അതെ, ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള ക്ലോത്ത് എല്ലാം അതിനകത്ത് ക്ലോത്ത് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ക്ലോത്ത് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് കോഴി അടയാ വെക്കാൻ വേണ്ടിയിട്ട് ചോരുണ്ട്. അതിനപ്പുറത്തോട്ടാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നത്. വാർഡ്രോബ് സ്പേസ് ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? പോർട്ടബിൾ സാധാരണ നമ്മുടെ വാർഡ്രോബ് സ്പേസ് ആണ്. അറ്റാച്ച്ഡ് വാഷ്റൂം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകണം അല്ലേ? മുകളിലേക്ക് നമ്മൾ സ്റ്റെയർ ഇങ്ങനെ തിരിഞ്ഞ് വരുന്ന ഒരു ഭാഗമാണ്. 2-3 ലാൻഡിംഗ് ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 3 ലാൻഡിംഗ് ഉണ്ട് നമുക്ക്. 3 ലാൻഡിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ വലിയൊരു പാർട്ട് തന്നെയാണ് വീടിന്റെ. ഇത് മുകളിൽ ഇങ്ങനെ പല ഭാഗങ്ങൾ ഇതേ തീമിൽ തന്നെ പോയിട്ടുണ്ട്. ഹാൻഡ് റൈൽ അടക്കം നമ്മൾ കയറി വരുമ്പോൾ സിറ്റ് ഔട്ടിൽ തന്നെ കണ്ടു. അതിങ്ങനെ കയറി വരുന്നു. ഇത് സെക്കൻഡ് ലാൻഡിംഗ് ഏരിയ ആണ്. ഇവിടെ ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സീറ്റിംഗ് സ്പേസ് അല്ല, നമ്മളൊരു റീഡിംഗ് സ്പേസ് കണക്കാക്കി. ഇവിടെ നമുക്ക് താഴെ നമ്മുടെ ലിവിംഗ് സ്പേസിലേക്ക് കാണാം അല്ലേ? അതെ, യെസ്. പിന്നെ പോണ്ടിലേക്കും കാണാൻ പറ്റും. പുറത്തേക്കൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ ഏരിയ സെറ്റിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം. ഇത് നമ്മുടെ ഒരു ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഈ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനുള്ളിലാണ്. സോ അതിനുള്ളൊരു കൺസോൾ ആണ് ഈ ചെയ്തിരിക്കുന്നത്. ഒരു കൺസോൾ ആയിട്ട് ഒന്നും അറിയത്തില്ല. ഇങ്ങനത്തെ കുറച്ച് എക്സ്പോസ്ഡ് ആയി നിൽക്കുന്ന സംഭവങ്ങളൊക്കെ മാറ്റി ഇതിലിപ്പോൾ ഇൻവെർട്ടർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. താഴെ ഇരിപ്പുണ്ട് ഇൻവെർട്ടർ. ഓക്കെ. പിന്നെ വേറെ കുറച്ച് എലമെന്റ്സ് കൂടി ഇതിനകത്തുണ്ട്. ആ കൺസോളിനോട് ചേർന്നിട്ടാണ് നമുക്കൊരു ഡാൻസിങ് ഏരിയ വരുന്നത്. അതെ, ഇതൊരു ക്ലയന്റിന്റെ നീഡായിരുന്നു. ക്ലയന്റിന്റെ മകൾക്ക് വേണ്ടിയിട്ടൊരു ഡാൻസ് ചെയ്യാനും മറ്റുമായിട്ടൊരു ചെറിയൊരു സ്പേസ്. ഇനി ഡാൻസ് ഇല്ലെങ്കിൽ നമുക്കൊരു ദർബാറാക്കാം. അതെ, ദർബാർ ഹാളാകെ മാറ്റാം. ഇവിടെ ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് പുറത്തേക്ക് ഒരു ആക്സസ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു ഏരിയ. വാവ്, നമ്മുടെ കുമ്പളങ്ങിയിലെ കാറ്റ് ഏറ്റുവാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല കാറ്റ് വരുന്ന ഒരു സൈഡാണ് ഞാൻ പറഞ്ഞ ഒരു. നിങ്ങൾ ഈ ലൊക്കേഷൻ അനുയോജ്യമായിട്ടുള്ള വീട് തന്നെയാണ് പണിതിരിക്കുന്നത്. അതെ, അത്യാവശ്യം നല്ല വെന്റിലേഷൻസ് എല്ലാം കൊടുത്തിട്ട് ആ കാറ്റിനെ ഉള്ളിലേക്ക് എടുക്കുന്ന രീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കർട്ടൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ആംബിയൻസ് നന്നായിട്ട് മാറുന്നുണ്ട്. ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ള ഒരു സ്പേസ്. ഇതൊരു പാസേജ് ഏരിയയാണ്. ഈ പാസേജ് ആണ് നമ്മളെ 2 ബെഡ്റൂമിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സ്പേസ്. ഈ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള ഒരു ഏരിയ ആണ്. ഇതൊരു നമ്മൾ സ്റ്റീലിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. സ്റ്റീലാണോ? അതെ, സ്റ്റീലാണ് ചെയ്തത്. നമ്മൾ ആ ഒരു താഴെ ഒരു വാഷ് ഏരിയ കണ്ടില്ലേ, അതിന്റെ ടോപ്പിൽ വരുന്ന ഒരു ഏരിയ ആണ്. എയറിൽ കിടക്കാം. അതെ, അതൊരു
ജസ്റ്റ് ആ ഒരു സ്പേസ് നമുക്ക് വേസ്റ്റ് ആക്കണ്ടെന്നുള്ള രീതിയിൽ നമ്മളൊരു സ്പെഷ്യൽ ഏരിയ ആയിട്ട് ഡിസൈൻ ചെയ്തത്. കുറച്ച് സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ രസമായിരിക്കും. അത് ഇവിടെ 1-2 ചെറിയ കുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ഏരിയ എന്നുള്ള രീതിയിലാണ്. എനിക്ക് പേടിയാവുന്നത് കേട്ടിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മൾ ശേഷിക്കുന്നത് 2 ബെഡ്റൂം അല്ലേ? ഇതൊരു മാസ്റ്റർ ബെഡ്റൂം, 2 മാസ്റ്റർ ബെഡ്റൂംസ് തന്നെ, 2 വലിയ ബെഡ്റൂംസ് തന്നെയാണ്. ഇത് നമുക്ക് ഈ ബെഡ്റൂം നമുക്ക് നോക്കാം. ഓക്കെ, എത്ര മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം ആണെന്ന് നോക്കി. കട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ട്രഡീഷണൽ ടച്ചിൽ വരുന്ന ഇതിലാണ് ചെയ്തേക്കുന്നത്. സപ്രമഞ്ച കട്ടിൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള തീമിൽ വരുന്ന ഒരു കട്ടിലാണ്. ഓക്കെ, അത് എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മൊത്തം. സാധാരണ ഒരു സ്ട്രക്ചറുള്ള ഒരു ബെഡ്റൂം അല്ല വരുന്നത്, നമ്മൾ താഴെ കണ്ടിട്ടുള്ള ഒരു നോർമൽ ഷേപ്പും അല്ല. ഞാൻ പറഞ്ഞില്ലേ, പ്ലാൻ ടോട്ടലി ഡിഫറെന്റ് ആണ്. ബെഡ്റൂമിന്റെ ഷേപ്പ് ആയാൽ പോലും ഒരു നോർമൽ സ്ക്വയറോ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിളോ എന്നുള്ള പോർഷൻ അല്ല, ഒരു ഹെക്സഗണൽ ഷേപ്പിൽ വരുന്നതിൽ. പിന്നെ ഒരു വാക്കിംഗ് വാർഡ്രോബ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട് നീളത്തിൽ. ഇതൊരു വാർഡ്രോബ് ഏരിയ ആണ്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കണക്കാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാപ്ടോപ്പ് ഏരിയ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ കൊണ്ട് കണക്കാക്കിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു വാർഡ്രോബ് ആണ്. നമ്മളൊരു കെയിൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ്. കെയിൻ വീടിന്റെ എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്, ചെയറൊക്കെ ആണെങ്കിലും കുറെ വന്നിട്ടുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം, ഇതൊരു മെയിൻ ടോയ്ലറ്റ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഹാങ്ങിങ് ലൈറ്റ്, സൈഡ് ടേബിൾ, എല്ലാ എലമെന്റുകളും ഒരു ട്രഡീഷണൽ ലുക്കിലാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ ഒരു സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു മിറർ അല്ലേ. നൈസ്. ഇവിടെ നമ്മളൊരു വെന്റിലേഷൻ ആ ഒരു സൈഡിൽ നിന്ന് വരുന്നത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ വലിയ ലോങ് വിൻഡോസ് തന്നെ കൊടുത്തേക്കും. ഇവിടെ ഓരോ കോർണേഴ്സിനും നമ്മൾ ഓരോ സ്പേസ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. വെറുതെ കിടക്കുന്ന സ്പേസുകളല്ല, ഇല്ല. നമ്മൾ ഓരോ കോർണേഴ്സിനും നമുക്ക് അതിൻ്റെതായ ഒരു പർപ്പസ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കണ്ട ബെഡ്റൂമിന്റെ അതേ സ്ട്രക്ചർ, സെയിം ഡയമെൻഷൻ തന്നെയാണ് ഇതിന് വരുന്നത്. യെസ്, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ അധികമായിട്ടുള്ളത് നമ്മൾ ആ ഒരു വലിയ മിറർ വരുന്നു. കട്ടിലൊക്കെ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ തന്നെ വന്നിരിക്കുന്നു. അത് 3 ബെഡ്റൂംസും നമ്മൾ ഒരേ തീം തന്നെയാണ് വന്നിരിക്കുന്നത്. ബട്ട് ഡിസൈൻ വൈസ് ടോട്ടലി ഡിഫറെന്റ് ആണ്. എലമെന്റ്സ് ഡീറ്റെയിലിംഗ് നോക്കുമ്പോൾ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഫ്ലോറിങ് ഈ പറഞ്ഞ ആത്തൻകുടി നമ്മൾ പർച്ചേസ് ചെയ്ത് അവിടെ പോയി നമ്മൾ പർച്ചേസ് ചെയ്ത ടൈലാണ്. സോ അത് ഈ പറഞ്ഞ ആത്തൻകുടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു ഐസ്തെറ്റിക് ഭംഗിയും പിന്നെ അതേപോലെ ഈ നമുക്ക് തണുപ്പുണ്ടല്ലോ, അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പറഞ്ഞ ഈ ആത്തൻകുടി ടൈൽസ് ഓക്കെയാണ്. പിന്നെ അവിടെ നിന്ന് നമുക്കൊരു വാർഡ്രോബ് ഏരിയ വരുന്നുണ്ട്. ഈ ഒരു വാർഡ്രോബ് ഏരിയയിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു കസ്റ്റമൈസേഷൻ കസ്റ്റം ചെയ്ത് നമ്മൾ ചെയ്ത ഒരു വാർഡ്രോബ് കാണാം. കെയിൻ വെച്ചിട്ട് നൈസ്. അവിടെ വാഷ്റൂം വന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് വീട്, ഇതാണ് കുമ്പളങ്ങി ഹൗസ്. ഇപ്പോൾ കുമ്പളങ്ങിയിലെ മനോഹരമായ വീട് അല്ലേ? അതെ. യെസ്, NH ഗ്രീൻ ആർക്കിടെക്ട്സിന്റെ മറ്റൊരു മനോഹരമായ കലാസൃഷ്ടി. നന്നായിട്ടുണ്ട് കേട്ടോ. വ്യത്യസ്തമായ ഇടങ്ങൾ, കണ്ടുപരിചയിച്ചിട്ടുള്ള ഇടങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് രണ്ടുപേർക്കും. നമുക്ക് പ്രത്യേകിച്ച് ഈ വീടിന്റെ ഒരു കൺസ്ട്രക്ഷന് ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട്. പുള്ളിയെ മെൻഷൻ ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. തീർച്ചയായിട്ടും പറയും. ഡെൽഫി എന്നാണ് പേര്. കുമ്പളങ്ങി ആണ് പുള്ളിയുടെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പുള്ളിയാണ് ഇതിന്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് നിന്ന് ഈ വീട് ഫുൾ ടോട്ടൽ. കാരണം ക്ലൈന്റ് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ പറയുന്ന കറക്റ്റ് കാര്യങ്ങൾ റീഡ് ചെയ്ത് പുള്ളി അത് മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഡെൽഫി എന്നാണ് പുള്ളിയുടെ പേര്. ഹായ് ബ്രോ. ഓക്കെ, എന്തായാലും ഓക്കെ. യെസ്, അപ്പം NH ഗ്രീൻ ആർക്കിടെക്ട്സിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ NH ഗ്രീൻ ആർക്കിടെക്ട്സിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പം രണ്ടുപേരും ഒരു ബൈ പറഞ്ഞാൽ. ബൈ.